ഡൽഹിയിലെത്തിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ലണ്ടനിലേക്ക് പോകും. ഗാസിയാബാദിലെ ഹിൻഡൻ എയർപോർട്ടിൽ മുതിർന്ന വ്യോമസേനാ ഉദ്യോഗസ്ഥർ ഹസീനയെ സ്വീകരിച്ചു. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിൽ ഷെയ്ഖ് ഹസീന എത്തില്ല. ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലം വിവരണവുമായി. തൗഫീഖ്, ഇന്ത്യയിൽ രാഷ്ട്രീയാഭയം തേടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞോ ഷെയ്ഖ് ഹസീന? ബംഗ്ലാദേശിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നിലവിലുള്ളത് ഡൽഹിയിലാണ്. ഡൽഹിക്കടുത്തുള്ള ഗാസിയാബാദിലെ എയർഫോഴ്സിന്റെ വിമാനത്താവളത്തിലാണ് ഷെയ്ഖ് ഹസീന ഉള്ളത്. അവിടെ നിന്ന് അവർ ലണ്ടനിലേക്ക് പോകുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ധാക്കയിൽ നിന്ന് ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു അഗർത്തലയിലെത്തിയത്. അഗർത്തലയിൽ നിന്ന് അവർ ഡൽഹിയിലേക്ക് വരുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഡൽഹിയിലെ എയർഫോഴ്സിന്റെ എയർബേസിൽ അവരിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരുപക്ഷെ ഇന്ന് രാത്രിയോട് തന്നെ അവർ ലണ്ടനിലേക്ക് പോകുമെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. നേരത്തെ ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിൽ അവർ എത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് അവർ ഈ ഹൈക്കമ്മീഷനിലേക്ക് എത്തില്ല, പകരം ഹിൻഡനിലെ എയർബേസിൽ നിന്ന് തന്നെ അവർ ലണ്ടനിലേക്ക് പോകുമെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തെ തുടർന്നാണ് അവർ രാജിവെക്കുകയും തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് അവർ ഇന്ത്യയിലേക്ക് എത്തുകയുമായിരുന്നു. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഇവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ബംഗ്ലാദേശിൽ നടന്നിരുന്നു. സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികളടക്കം വലിയ പ്രക്ഷോഭവുമായി രംഗത്തെത്തുകയും ഏറ്റവും ഒടുവിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തത്. C-130 ഹെർക്കുലേസ് വിമാനത്തിലായിരുന്നു അവർ ധാക്കയിൽ നിന്നുകൊണ്ട് അഗർത്തലയിലേക്ക് എത്തിയത്. തുടർന്നിപ്പോൾ ഡൽഹിയിലെ ഹിൻഡൻ എയർബേസിലെത്തിയതും ഇതേ ഹെർക്കുലേസ് വിമാനത്തിൽ തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് ലണ്ടനിലേക്ക് പോവുക ഏത് വിമാനത്തിലാണ് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. നേരത്തെ അവരുടെ വിമാനം അഗർത്തലയിൽ നിന്നും പുറപ്പെട്ടതിന് പിന്നാലെ ഉത്തർപ്രദേശിലെ ലക്നോ വരെ ആ വിമാനം ട്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. എന്നാൽ ലക്നോക്ക് സമീപം എത്തിയപ്പോഴത്തേക്ക് ലക്നോയിലെത്തിയതിന് പിന്നാലെ ആ വിമാനം ട്രാക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നിരുന്നു. തുടർന്നാണ് ഏറ്റവും ഒടുവിൽ അവർ ഹിൻഡൻ എയർബേസിൽ ഇറങ്ങിയതായിട്ടുള്ള സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നത്. ഇനിയിപ്പോൾ അവർ എപ്പോഴാണ് ലണ്ടനിലേക്ക് പോവുക എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ബാക്കിയായി നിൽക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് രാത്രിയോട് തന്നെ അവർ ലണ്ടനിലേക്ക് ഡൽഹിയിൽ നിന്ന് മടങ്ങും, അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും പോവുക. ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇനിയിപ്പോൾ പുറത്തു വരേണ്ടതുണ്ട്. അനീഷ് കാനങ്ങാടിനോടൊപ്പം ഡൽഹിയിൽ നിന്നും തൗഫീഖ് അസ്ലം, മീഡിയ 1.